പ്രിയമുള്ളവരെ, ഈ കൊച്ചു വീഡിയോയിലൂടെ ഗ്രോ ബാഗിൽ പച്ചക്കറി തൈകൾ തഴച്ചു വളരുന്നതിന് കാരണമാകുന്ന ചില ടിപ്സുകളാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇവിടെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന കമ്പോസ്റ്റിംഗ് വളമാണ്. അത് കഴിഞ്ഞ് ചകിരിച്ചോറാണ് പിന്നീട് വേണ്ടത്. ചകിരിച്ചോറിലേക്ക് നമ്മൾ കമ്പോസ്റ്റിംഗ് വളം തന്നെ വേണമെന്നില്ല, നമ്മൾ വീട്ടിൽ ചാണകപ്പൊടി മറ്റൊക്കെ ആയിട്ട് ഉപയോഗപ്പെടുത്താൻ പറ്റും. പിന്നെ നമ്മൾ ആദ്യമായിട്ട് അടിച്ച് സെറ്റാക്കി വെച്ചിരുന്ന ചവിട്ടുമണ്ണെന്ന് പറയും. ചവിട്ടുമണ്ണെന്ന് പറഞ്ഞാൽ നമ്മളെ മുറ്റത്തൊക്കെ നമ്മൾ അടിച്ചെടുക്കാൻ സാധിക്കുന്ന, അതാണ് വീഡിയോയുടെ തുടക്കത്തിൽ നിങ്ങൾ കണ്ടത്. അതിനുശേഷം ഈ ചകിരിച്ചോറും ആ കമ്പോസ്റ്റിംഗ് വളം ഈ ചവിട്ടുമണ്ണും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് ചേർക്കുക. പഴയ നമ്മൾ ഗ്രോ ബാഗിൽ ആദ്യം കൃഷി ചെയ്തിട്ടുണ്ടാവും, അതിൻ്റെ സെൻറ്റർ ഭാഗത്ത് നിന്ന് ഒരല്പം മണ്ണെടുത്തൊരു കുയ്യാക്കി മാറ്റിയതിന് ശേഷം ആ കുയ്യിലേക്ക് നമ്മൾ ഈ മിക്സ് ചെയ്ത ഈ മണ്ണിനെ ആദ്യം ഒരല്പം ഇട്ടെടുത്ത് സെറ്റാക്കി വെക്കേണ്ടതുണ്ട്. അതിനുശേഷം അതിൻ്റെ മുകളിലായിട്ട് തൈ വെക്കുക. തൈ വെച്ചതിന് ശേഷം ബാക്കിയുള്ള ഭാഗങ്ങളും കൂടി നമ്മൾ ആ മിക്സ് ചെയ്ത മണ്ണ് കൊണ്ട് ഫില്ല് ചെയ്യുന്ന പരിപാടിയാണ് ഇപ്പോൾ നടക്കുന്നത്. ഇതിൽ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടതിൻ്റെ ഒരു സീക്രട്ട് എന്ന് പറഞ്ഞാൽ ഈ ചവിട്ടുമണ്ണ് തന്നെയാണ്. ഇങ്ങനെ ചെയ്താൽ നല്ല രീതിയിൽ നമ്മൾ നടുന്ന പച്ചക്കറിയായാലും ഫലവൃക്ഷ തൈകളായാലും തഴച്ച് വളരും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് പറയുന്നത്. ഞാനിവിടെ ഗ്രോ ബാഗിൽ സെറ്റ് ചെയ്തിട്ടുള്ളത് കാശ്മീരി മുളകാണ്. വളരെ ഈസി ആയിട്ട് ആർക്കും ചെയ്യാവുന്ന കാര്യങ്ങളാണ്. അങ്ങനെ ചെയ്താൽ ഇവിടെ കണ്ടില്ലേ, തക്കാളി നിറനിറയായിട്ട് കായ്ച്ചു നിൽക്കുന്നത്. ഇതൊക്കെ ഇങ്ങനെ ഗ്രോ ബാഗിൽ സെറ്റ് ചെയ്ത കാഴ്ചകളാണ്. വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ഒരു ലൈക്ക് സമ്മാനമായി നൽകാൻ മറന്നു പോകരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.